എപ്പിസോഡ് നമ്മളിന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നമുക്ക് എത്രയും പ്രിയങ്കരനായ ഡോക്ടർ എം പി മത്തായി സാറിനെയാണ് ഇന്നത്തെ മുഖാമുഖത്തിൽ ലഭിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഡോക്ടർ ജേക്കബ് കുട്ടൂർ സാറിനോടും അതുപോലെ തന്നെ ബേബി മറി സാറിനോടുമാണ് ഈ ഇന്റർവ്യൂ നടത്തുവാൻ വേണ്ടിയിട്ട്, ഈ മുഖാമുഖത്തിന് വേണ്ടിയിട്ട് ഇരിക്കുവാൻ പറഞ്ഞത്. രണ്ടുപേരും എന്തോ എനിക്കറിയില്ല, ഗാന്ധിയൻ തോട്ട്സിൽ ഒക്കെ PG ഉള്ള ജേക്കബ് കുട്ടൂർ സാറും അതുപോലെ തന്നെ മത്തായി സാറിന്റെ ആത്മസുഹൃത്തായിട്ടുള്ള ബേബി സാറും ഇത് കൈയൊഴിഞ്ഞതോടുകൂടിയാണ് തീർത്തും ഒരു ലെജൻഡിന്റെ മുന്നിൽ ഒരാടിനെ പോലെയുള്ള എനിക്ക് ഇരിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ സാറിന് നേരത്തെ തന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഈ ഇന്റർവ്യൂ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചോദ്യങ്ങളിലേക്ക് തന്നെ വരികയാണ്. സാറ് നമസ്കാരം. ആദ്യം സാറിനോട് ചോദിക്കാനുള്ളത്, സാറിൻ്റെ ജീവിതത്തിൽ ആരൊക്കെ സ്വാധീനിച്ചു, എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി, എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ എങ്ങനെ കഴിയും? ഇതൊരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കി എന്ന് വിചാരിക്കുന്നില്ല. അഥവാ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ മക്കൾ, സഹധർമ്മിണിയാണുള്ള നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ജീവിതത്തിൽ ഞാൻ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ചില വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെ ഒരു ആഭിമുഖ്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, ഇവിടെ ഇരിക്കുന്ന പലരും ഈ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ്. ഈ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ബൈബിളൊക്കെ വളരെ സീരിയസ് ആയിട്ട് കുട്ടിക്കാലത്ത് വായിക്കാനിടയായിട്ടുള്ളത് കൊണ്ട് ഈ എന്നെ ഏറ്റവും അലട്ടിയിട്ടുള്ള പ്രശ്നം, എങ്ങനെയാണ് ഈ ലോകത്തൊരു നീതി സമൂഹം ഉണ്ടാകുന്നത്? നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് അനീതി കാണുന്നുണ്ട്. നമുക്ക് തൊട്ടടുത്ത് തന്നെ, നമ്മൾ ജീവിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഞാൻ കൃഷിക്കാരൻ്റെ വീട്ടിലാണ്. ഞങ്ങളുടെ വീട്ടിൽ കൃഷിപ്പണി ചെയ്യുന്ന ആളുകളോട് നമ്മൾ കാണിക്കുന്ന, അവരെ അകറ്റി നിർത്തുന്ന ചില രംഗങ്ങൾ, അങ്ങനെ ഒരു ഇപ്പോൾ ബൈബിളിലെ ഒരു വലിയ തീമാണ് നീതി എന്ന് പറയുന്നത്. ഇന്നും ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നീതിയെ പറ്റിയാണ്, ലോകത്ത് തന്നെ സംസാരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നീതി, എന്തെന്നാണ് ആമോസ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് പോലെ, നീതി ഇങ്ങനെ വെള്ളം പോലെ ഒഴുകുന്ന, ഒരു നദി പോലെ പ്രവഹിക്കുന്ന ഒരു ജീവിതക്രമം ഉണ്ടാകുമോ? എങ്ങനെ ഉണ്ടാക്കാം? ഇതാണ് വാസ്തവത്തിൽ അന്നും ഇന്നും എന്നെ അലട്ടിയിട്ടുള്ള, വളരെ ആഴത്തിൽ അസ്വസ്ഥനാക്കിയിട്ടുള്ള ഒരു പ്രശ്നം. അതിനുള്ള ഉത്തരമാണ് വാസ്തവത്തിൽ മനുഷ്യരാശി തന്നെ നേടിയിട്ടുള്ളതിനുള്ള ഉത്തരമാണ്. ഇന്നും ആ ഒരു ദിശയിൽ ഉള്ള അന്വേഷണവും പരീക്ഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നെങ്കിലും ഒരു നാളിൽ അങ്ങനെ ഒരു ലോകക്രമം സൃഷ്ടിക്കപ്പെടും എന്നുള്ള പ്രത്യാശയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇതാണ് ചുരുക്കി അതേപ്പറ്റി പറയാം. സാറ് നഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞില്ല, എന്നാലും അത് പോട്ടെ. ഇന്നും ഗാന്ധിസത്തിന് പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. നമ്മൾ ഈ ഇന്നത്തെ ലോകക്രമത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അതിനുള്ള മറുപടി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ലോകത്ത്, നമുക്കറിയാമല്ലോ, നമ്മൾ എല്ലാ കാലത്തും പറയും ലോകം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്കറിയാം, ഹിംസയുടെ, വയലൻസ്, അതിൻ്റെ ഒരു വ്യാപനമാണ്. ഞാനതിനെ രണ്ട് തരത്തിലാണ് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പുസ്തകങ്ങളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്ന്, നമുക്കറിയാം വിദ്യാഭ്യാസം വർദ്ധിച്ചു, ജീവിത സൗകര്യങ്ങൾ കൂടി, സമ്പർക്കം വർദ്ധിച്ചു. ഇതെല്ലാം ഉണ്ടായിട്ടും ഈ ജീവിതത്തിൽ ഹിംസ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. സാങ്കേതികമായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവരൊക്കെ പറയുന്നത് വലിയ ഹിംസയുടെ സംഭവങ്ങൾ, യുദ്ധം പോലുള്ള, അത് കുറഞ്ഞു വരുന്നു എന്നാണ്. പക്ഷേ സാധാരണ ജീവിതം അത്യന്തം ഹിംസാ നിബിഡമായി മാറുകയാണ്. ഡൊമസ്റ്റിക് വയലൻസ്, കുട്ടികൾക്കെതിരെയുള്ള അങ്ങനെയുള്ള.
അതുകൊണ്ട് അതിൻ്റെ വ്യാപനം എന്ന് പറയുന്നത്, എസ്കലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട്, തിരശ്ചീനമായിട്ട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണല്ലോ ഈ ക്യാമ്പസിൽ ഈ ഒരു മുറിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളോട് റാഗിങ് എന്നുള്ള പേരിൽ നടക്കുന്ന അക്രമം എന്ന് പറയുന്നത്. ഞാനിവിടെ ഇരുന്ന് ബേബി മറീസ്, അല്ലിക്കുഞ്ഞ്, എൻ്റെ സഹധർമ്മിണി, ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. അന്ന് ഞാനും ബേബിയും ഇവിടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ യോജിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. ഇന്നും ഞങ്ങൾ തമ്മിൽ കൂടി കാണുമ്പോൾ ജസീം ഞങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഞാനും ബേബിയും കൂടി വഴക്കുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ജസി വളരെ അസ്വസ്ഥയാവും. അതുകൊണ്ട് ജസി ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറ്റിയത്, നിങ്ങളെന്താ വഴക്ക് കൂടാത്തതെന്ന്. അതാണ്. പക്ഷേ അങ്ങനെ വഴക്ക് കൂടുമ്പോൾ ഇലക്ഷനിൽ, കോളേജ് ഇലക്ഷനിൽ 2 എതിർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ബേബി ഒരു ഭാഗത്ത്, ഞാൻ മറുഭാഗത്ത് നിന്ന് പ്രവർത്തിച്ചിട്ട് രാത്രി ഞങ്ങൾ ഒരു മുറിയിലാണ് വർത്തമാനം പറയുകയും ഉറങ്ങുകയും ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് അത് നടക്കില്ല. ഇന്ന് അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വയലൻസ് എന്തുകൊണ്ട് ഇങ്ങനെ വർദ്ധിക്കുന്നു എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, ഈ വയലൻസിന്റെ തന്നെ തീവ്രത എന്ന് പറയുന്നുണ്ട്, തീക്ഷ്ണത, ഇന്റൻസിറ്റി ആണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. ഒന്ന് എസ്കലേഷൻ, മറ്റത് ഇന്റൻസിഫിക്കേഷൻ. അതിന്റെ തീവ്രത വർദ്ധിക്കുന്നു. കണ്ടില്ലേ, ഒരു കുട്ടിയുടെ പുറത്തൊക്കെ കോമ്പസ് കൊണ്ട് ഇങ്ങനെ കുത്തി മുദ്രാവാക്യങ്ങൾ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇപ്പൊ ചന്ദ്രശേഖരന്റെ ശരീരത്തിൽ 51 വെട്ട്, ഒരു മനുഷ്യ ശരീരത്തിൽ മറ്റു മനുഷ്യർ ആയുധങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. 51 വെട്ട് വെട്ടുക എന്ന് പറയുന്നതാണ്. അതാണ് അതിൻ്റെ ഇന്റൻസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മനുഷ്യന്റെ മനസ്സിൽ, സൈക്കിയിൽ ഇത്തരത്തിലുള്ള ഈ ഹിംസ ഇങ്ങനെ വന്ന് അതിനെ ഹാർഡൻ ചെയ്യുക എന്ന് പറയും. അതിനൊരു കല്ല് പോലെയാക്കുക. സൈക്കോളജിയിൽ അതിന് ബ്രൂട്ടലൈസേഷൻ ഓഫ് ദി സൈക്കി എന്ന് പറയും. മനസ്സിനെ ഇങ്ങനെ കഠോരമാക്കി ബ്രൂട്ടലൈസ് ചെയ്ത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ്. ഇതിൽ നിന്ന് മറികടക്കണമെങ്കിൽ എന്താണ് വഴി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ലോകവ്യാപകമായി ഇന്ന് ആളുകൾ പറയുന്നത് അതിനൊരു വഴിയേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ എതിർ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിച്ചെടുക്കുക. അതായത് അഹിംസ എന്ന് പറയുന്നത് ജീവിതത്തിൽ പാലിക്കുക എന്ന് പറയുന്നതാണ്. അതുവഴി മാത്രമാണ് ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഗാന്ധിജി ഇന്ന് ലോകത്ത് എവിടെയും സ്വീകരിക്കപ്പെടുന്നത് അഹിംസയുടെ ഒരു പ്രയോക്താവ്, അതിൻ്റെ ഒരു വക്താവും പ്രയോക്താവും എന്നുള്ള നിലയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മനുഷ്യൻ ഈ ഹിംസയിൽ നിന്ന് മുക്തനാകണമെങ്കിൽ അതിന് അഹിംസയുടെ മാർഗമേ ഉള്ളൂ. അതുകൊണ്ട് ഗാന്ധി മാർഗം, അദ്ദേഹത്തിൻ്റെ മെത്തഡ്, അതിനുവേണ്ടി അദ്ദേഹം സ്വീകരിച്ച പ്രവർത്തന രീതികൾ ഇന്നും പ്രസക്തമായി ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു എവിഡൻസ് കൂടെ പറഞ്ഞു നിർത്താം. ഈ 2000 എന്ന് പറയുന്ന വർഷം, ഒരു പുതിയ മില്ലേനിയത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ, ഒരു വർഷം ഐക്യരാഷ്ട്രസഭ, അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ദിവസം, ആ വർഷം ഒരു ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് എന്ന് പറഞ്ഞ് ഒരു സമാധാന വർഷമായിട്ട്, അത് അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്ന് എന്നുള്ള നിലയിൽ ചെയ്തു. അത് കഴിഞ്ഞ് ആ ഒരു വർഷം ഒരുപാട് സംഭവങ്ങൾ, വയലന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത ഒരു ഡെക്കൈഡ് എന്ന് പറയുന്നത്, ഡെക്കൈഡ് ഇത് യുണൈറ്റഡ് നേഷൻ പ്രഖ്യാപിച്ചതാണ്. ഡെക്കൈഡ് ഓഫ് പീസ് ആൻഡ് നോൺ വയലൻസ് ആൻഡ് പീസ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ദ വേൾഡ്. നിങ്ങൾക്കറിയാലോ, ഗാന്ധിജിയുടെ ജന്മദിനം ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ഈ ലോകം ഈ തിരിച്ചറിവിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതാണ് ചുരുക്കി അതേപ്പറ്റി പറയാം. സാറേ, വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, വെറുപ്പും നുണകളും നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധി ദർശനം കൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഒരു ഗാന്ധിയൻ എന്ന നിലയ്ക്ക് അങ്ങേക്ക് ഒന്നോടെ വായിച്ച് പറഞ്ഞു. വെറുപ്പും നുണകളും നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധി ദർശനം കൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഒരു ഗാന്ധിയൻ എന്ന നിലയ്ക്ക് അങ്ങേക്ക് അത് നമ്മൾ ഈ ഗാന്ധി ഒന്നും ഇതിനകത്ത് വലിച്ചഴിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി എന്നോട് ലോകത്ത് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിന് സമാനമായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ അഹിംസയുടെ പോസിറ്റീവായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത്, മനുഷ്യന്റെ സഹജമായ ഭാവം എന്താണ്? ഇതാണ് ബേസിക് ആയിട്ടുള്ള ചോദ്യം. എന്താണ് മനുഷ്യന്റെ സഹജമായിട്ട് ബേസിക് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഈ ചോദ്യം
അതിന് ലളിതമായ മറുപടി ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എന്താണ്, ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യൻ എന്താണ് അടിസ്ഥാനപരമായി ആഗ്രഹിക്കുന്നത്? എന്താണ്? ഒരു ശിശു ആയിരിക്കുമ്പോൾ മുതൽ അവസാന ഘട്ടം വരെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വെറുക്കപ്പെടാനും വെറുക്കാനും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് മനുഷ്യന്റെ മൗലിക ഭാവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെറുക്കപ്പെടണം, കൂടുതൽ വെറുക്കപ്പെടണം, അല്ലെങ്കിൽ കൂടുതൽ വെറുക്കണം മറ്റുള്ളവർ എന്ന് തോന്നാറുണ്ട്. നമുക്കെല്ലാം ഇതാണ്. അപൂർവ ആൾക്കാരുണ്ട്. അപൂർവം. അത് മാനസിക ഒരു രോഗമാണ്, വിഭ്രാന്തിയാണ്. അതിന് ചികിത്സ ആവശ്യമായിട്ട് വരും. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മുടെ ബഹുഭൂരിപക്ഷം പേരുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാനസിക പ്രേരണ എന്താണെന്നുള്ളത് നോക്കേണ്ടത്. എന്താണ് മനുഷ്യന്റെ ഒരു നാച്ചുറൽ ഓറിയന്റേഷൻ, ഒരു നാച്ചുറൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്? അത് ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ് എന്നാണ്. ടു ബി ലവ്ഡ് ആൻഡ് ലവ് എന്ന് പറയുന്നത് അതാണ് നോൺ വയലൻസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഗാന്ധിയെയോ അല്ലെങ്കിൽ ബുദ്ധനെയോ ജീസസിനെയോ ഒക്കെ നമ്മൾ സൈറ്റ് ചെയ്യുന്നത് നല്ലതാണ്, അവരുടെ പിന്തുണ തേടുന്നത് നല്ലതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ അടിസ്ഥാനപരമായി എല്ലാവരിലും കുടികൊള്ളുന്ന, സ്ഥിതി ചെയ്യുന്ന ഒരു മൗലികമായ മാനുഷിക ഭാവമാണിത്. അതിനെ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അതിന് ലംഘനം വരുമ്പോൾ അതിനെ പരിപോഷിപ്പിക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യം വരും. അതിനാണ് ഇതിനകത്തൊക്കെ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത്. എന്തെന്നാണ്? ധർമ്മം ലംഘിക്കപ്പെടുകയും അധർമ്മം വാഴുകയും ചെയ്യുമ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും അവതരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നത് തന്നെയാണ്. നമ്മൾ വയലൻസ് കൂടി വരുമ്പം ഈ നോൺ വയലൻസിനെ പറ്റി നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകേണ്ടവരും ഉണ്ടാകും. ചരിത്രം അവരെ സൃഷ്ടിക്കും. അതാണ് ഈ എന്താണ് സമയത്തിന്റെ നിറവിൽ. വേദവസം വായിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ, ജയിക്കബിൾ ടോപ്പ് എന്താണ്? ജീസസ് കെയിം ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം എന്ന് സെന്റ് പോൾ പറയും. കാലത്തിന്റെ നിറവിൽ ആണ്. അങ്ങനെ കാലത്തിന്റെ നിറവിലാണ് ഗാന്ധി വന്നതും ബുദ്ധൻ വന്നതും ശ്രീനാരായണ ഗുരു വന്നതും ഒക്കെ അങ്ങനെ വരുന്നതാണ്. അതുകൊണ്ട് അതാണ് അതിന്റെ മറുപടി. സാറേ, ഗാന്ധിജി കൂടുതൽ കാലം ജീവിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഗോഡ്സയുടെ വെടിയേറ്റ് മരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും? അത് വളരെ ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗാന്ധിജി മരിച്ചില്ലായിരുന്നെങ്കിൽ അതിനുള്ള സൂചനകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് പറയാൻ പറ്റും. അതായത് ഗാന്ധിജി ലൂയി ഫിഷർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനുണ്ടായിരുന്നു. ലൂയി ഫിഷറുമായിട്ട് ഗാന്ധിജി നടത്തിയിട്ടുള്ള, അദ്ദേഹമാണ് ഗാന്ധിജിയെ പറ്റി 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ദ ലൈഫ് ആൻഡ് മെസ്സേജ് ഓഫ് ഗാന്ധി എന്ന് പറഞ്ഞാൽ, ലൈഫ് ഓഫ് ഗാന്ധി എന്ന് പറയുന്ന പുസ്തകമാണ് പിന്നീട് സിനിമയാക്കാനായിട്ട്. അതാണ് ടെക്സ്റ്റ്. അതിന്റെ സ്ക്രീൻ പ്ലേ അതിനെ ബേസ് ചെയ്താണ് ഉണ്ടാക്കിയത്. ഇപ്പൊ ലൂയി ഫിഷറുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗാന്ധിജിയോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യക്രമം ഇവിടെ രൂപപ്പെടുത്തുന്നതിന് ഈ നാട്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ആളുകൾ, സമ്പന്നരായിട്ടുള്ള ആളുകൾ, വ്യവസായികള്, ജന്മികള്, ഇവര് സഹകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ചോദ്യം ഗാന്ധിജിയോട് ചോദിച്ചു. അപ്പൊ ഗാന്ധിജി പറയും, അവരെ പെർസ്വേഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണല്ലോ അഹിംസയുടെ മാർഗം എന്ന് പറയുന്നത്. നമ്മൾ ആളുകളെ ബോധ്യപ്പെടുത്തി അവരിൽ മനപരിവർത്തനമുണ്ടാക്കി ഈ ഒരു കർമ്മരംഗത്തേക്ക് കൊണ്ടുവരിക. അതിന് സാധിച്ചില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിജിയുടെ കയ്യിൽ അതിനൊരു മറുപടി ഉണ്ട്. എന്താണ്? സത്യാഗ്രഹം എന്ന് പറയുന്നതാണ്. അങ്ങനെ അങ്ങ് സത്യാഗ്രഹം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ ആളുകൾ അതിനോട് എന്ത് സമീപനം എടുക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഗാന്ധിജി പറയുന്ന ഒരു മറുപടി ഉണ്ട്. ജന്മികളെ പറ്റി ചോദിക്കുമ്പോഴാണ്, ലാൻഡ് ഓണേഴ്സ്, അവർ ലാൻഡ് ഇല്ലാത്തവർക്ക് വിട്ടുകൊടുക്കുമെന്ന് ചോദിക്കുമ്പോഴാണ്. അപ്പൊ ഗാന്ധിജി പറഞ്ഞത്, അവർ ജീവനും കൊണ്ടോടി സ്ഥലം വിട്ട് ഇതിനോട് സഹകരിക്കും എന്നാണ്. ദേ വിൽ കോഓപ്പറേറ്റ് ബൈ ഫ്ലീയിങ്, റണ്ണിങ് അവേ എന്നാണ്. അങ്ങനെ പോകേണ്ടി വരും, ജീവിക്കാനായിട്ട് സാധിക്കാതെ വരും. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും. അവർ ഒറ്റപ്പെടുത്താൻ സാധിക്കും. അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗാന്ധിജി തുടർന്നും ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തത് എന്താണ്? അത് തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് അദ്ദേഹം ചെയ്തത്? പക്ഷേ നമ്മൾ ഇന്ത്യയിലായിരുന്നിട്ടല്ലേ സാറേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചൈനയിലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലല്ലോ. അത് നമ്മൾ ചൈനയിൽ ഇത് പരീക്ഷിക്കാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അസംഷൻ എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കറിയാലോ, ഹിറ്റ്ലർക്കെതിരായിട്ട് നോൺ വയലന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായ സ്ഥലങ്ങളുണ്ട്. ജീൻ ഷാർപ്പിന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ സംഭവങ്ങൾ തന്നെ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ശക്തമായി നിന്നിടത്തെല്ലാം അതിന്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല.
അതുകൊണ്ട് ഗാന്ധിജി ചെയ്യുമായിരുന്നത്, ഈ ഗാന്ധിജി ജനങ്ങൾ, ഗാന്ധിജിയുടെ എഡ്യൂക്കേഷൻ എന്തായിരുന്നു? അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ബാരറ്റിലോ പഠിച്ചു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഗാന്ധിജിയുടെ റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഗാന്ധിജിയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതും അദ്ദേഹത്തിന്റെ റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി നിരന്തരമായി ഉള്ള സമ്പർക്കത്തിൽ നിന്ന് ആണ് അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആയതെന്നുള്ളത്. ഏതുതരം ആളുകളാണ്? വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നിരക്ഷര കുക്ഷികൾ, അങ്ങനെയുള്ള ആളുകൾ, വെറും പാവപ്പെട്ടവർ, അതുപോലെ തന്നെ സമ്പന്നരായിട്ടുള്ള ആളുകൾ, രണ്ട് ധ്രുവങ്ങളിലും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന എല്ലാ ഇത്രയധികം ജനസമ്പർക്കം നിരന്തരമായി നടത്തിയിട്ടുള്ള ഒരാളെ കാണാൻ സാധിക്കും. ഒരു ദിവസം അദ്ദേഹം എത്ര മനുഷ്യരെയാണ് കണ്ടിരുന്നത്? രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയം. ഒരു ദിവസം ശരാശരി 1000 കത്തുകൾ വരെ വരുന്നു ഗാന്ധിജി. എല്ലാ അദ്ദേഹം വായിക്കുമല്ല, സെക്രട്ടറിയാണ് വായിക്കും. ഇങ്ങനെ ഇതിൽ കൂടിയാണ് അദ്ദേഹം ഈ അറിവ് എന്ന് പറയുന്നത് നേടിയതും അതിന് അനുസൃതമായിട്ടുള്ള പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷന്റെ ഒക്കെ കാലം ആയിരുന്ന കാലത്ത് അതൊക്കെ വലിയ അത്ഭുതമാണ്. ഈയിടെ എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യം അതാണ്, ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചതാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഇത്രയും പ്രാകൃതമായിരുന്ന, ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ പ്രാകൃതം എന്ന് പറയും, അങ്ങനെ ആയിരുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത് സാധിച്ചത് എന്ന് ചോദിച്ചാൽ അതൊരു വലിയ അത്ഭുതമാണ് പറയാം. പക്ഷേ അദ്ദേഹം കാണാൻ വന്ന ആളുകൾ എല്ലാവരുമായിട്ട്, ഞാനൊരു സംഭവം മാത്രം പറയാം, പ്രസിദ്ധമായ ഒരു സംഭവമാണ് അത്. ഈ ഇന്ത്യയുടെ ഈ അവസാന സമയത്ത് അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രത്തിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് മൗണ്ട് ബാറ്റൻ 2 പ്രതിനിധികളെ അയച്ചു. ചില ആളുകൾ അറിയാതെ മൗണ്ട് ബാറ്റൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ആ പ്രതിനിധികൾ സേവാഗ്രാമിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് ഒരു കൃത്യസമയം ആയി കഴിഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞു, യു വെയിറ്റ്, ഐ വിൽ കം എന്ന് പറഞ്ഞ് പോയിട്ട് ആടിന് തീറ്റ കൊടുക്കാൻ. ആടിന് തീറ്റ കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഇതുപോലെ തന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രാമത്തിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, അവരെ കാണാനായിട്ട് പോയി. വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ അവർ ചോദിച്ചു, ഇത് നിങ്ങളിങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ അത് മുടക്കിയിട്ട് ഈ ആളുകളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതെന്നാണ്, ഈ രാഷ്ട്രം അവരുടെയാണെന്നാണ്. ആടിൻ്റെയുമാണ് ഈ ഗ്രാമീണരുടേതുമാണ് ഈ രാഷ്ട്രം എന്ന് പറയുന്നത്. ആ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. സാറേ, 2 ചോദ്യങ്ങൾ ഒരുമിച്ച്, 2 ചോദ്യങ്ങളാണ്, പക്ഷെ ഞാൻ അത് ഒറ്റ ചോദ്യമായിട്ട് ചോദിക്കണം. ഗാന്ധിയൻ ആദർശങ്ങളെ മറികടന്ന് നമ്മൾ സോഷ്യലിസത്തിന്റെ മിക്സഡ് എക്കോണമിയുടെയും പിന്നാലെ പോയി. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെയുള്ള കാലഘട്ടം കൂടുതൽ വ്യവസായങ്ങളും ശാസ്ത്ര സ്ഥാപനങ്ങളും സ്ഥാപിച്ച് ഇന്ത്യയെ കുറച്ചുകൂടി ആധുനികമാക്കി. ഇത് ഗാന്ധിജിക്ക് അഭിലഷണീയമായിരുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജായിരുന്നു അത്. ഇന്ത്യ പോലെ 140 കോടി ജനങ്ങളുള്ള ഒരു രാഷ്ട്രത്തിൽ സാധാരണക്കാരെ ഉയർത്തുവാൻ ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് ആയിരുന്നില്ല. ഞാൻ ഇതിൽ ഒരു കാര്യം പറയാം, ഒരു കാര്യം മാത്രം. അതായത് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു രാഷ്ട്രമായി തീരണം എന്നതിനെ സംബന്ധിച്ച് ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഗാന്ധിജി തെക്കേ ആഫ്രിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ എൻ്റെ ചിന്ത ആരംഭിച്ചു. അതുകൊണ്ട് അദ്ദേഹം 1909 ആദ്യത്തെ പുസ്തകം എഴുതിയത്. അപ്പൊ ആ സമയത്ത് തെക്കേ ആഫ്രിക്കയിലെ സത്യാഗ്രഹത്തിന് പിന്തുണ നേടുന്നതിന് വേണ്ടി ലോബിയിങ് നടത്താൻ വേണ്ടി അദ്ദേഹം ലണ്ടനിൽ പോയി, നേതാക്കന്മാരെയൊക്കെ കണ്ട് സംസാരിക്കാനായിട്ട്. ആ സമയത്ത് ഇന്ത്യൻ യുവാക്കൾ, സവർക്കറൊക്കെ അന്ന് അവിടെ ഉണ്ട്, അവരെ കണ്ട് സംസാരിക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് പറയുന്നു, നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ എന്താണ് നിങ്ങളുടെ സങ്കല്പം? ഒരു പുതിയ ഭാരതത്തെ പറ്റി എന്താണ് നിങ്ങളുടെ സങ്കല്പം? ഇവർക്ക് വളരെ സിമ്പിളായിരുന്നു ഇതിൻ്റെ മറുപടി. എന്താണ്? ബ്രിട്ടീഷുകാർ ഒരു ഭരണ സമ്പ്രദായം ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെ ബഹിഷ്കരിച്ചിട്ട് അവരെ പുറത്താക്കിയിട്ട് നമ്മൾ ഈ ഭരണയന്ത്രം തിരിക്കും. അതാണ് അവർ കണ്ടത്. അല്ലാതെ മറ്റൊരു രാഷ്ട്രസങ്കല്പം അന്ന് ഉണ്ടായിരുന്നു. രണ്ടാമത് എങ്ങനെയാണ്, എന്ത് മാർഗം ഉപയോഗിച്ച് ഇത് ചെയ്യാം എന്നാണ് പറയുന്നത്. ഗാന്ധിജി ചെയ്തത്, ഇന്ത്യയിൽ തിരിച്ചു വന്നു കഴിഞ്ഞ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഗാന്ധിജി സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധിജിക്ക് മനസ്സിലായ പല കാര്യങ്ങളിൽ ഒന്ന്, ഇത് വളരെ ഇൻക്ലൂസീവായിട്ടുള്ള, എന്നുവെച്ചാൽ എല്ലാവരും ഈ സഹകരിച്ച് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിതമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഉച്ചനീചത്വങ്ങളുണ്ട്, വിവേചനങ്ങൾ, അയിത്തം, ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പുതിയ രാജ്യം ഉണ്ടാകുമ്പോൾ ആ പുതിയ രാജ്യം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് ഒരു ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെതായിരിക്കരുത്, എല്ലാവരുടേതുമായിരിക്കണം. അങ്ങനെ ഒരു ഇൻക്ലൂസീവ് നാഷണലിസം എന്ന് പറയുന്നുണ്ടാക്കി. രണ്ടാമത്
ഗാന്ധിജിക്ക് പാശ്ചാത്യ ജനാധിപത്യം നേരിട്ട് അതിനകത്ത് നിന്ന് കണ്ടിട്ടുള്ള ആളാണ്. അതിൽ യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ, ഇന്ത്യയുടെ ധാർമ്മികതയുടെ, വേണമെങ്കിൽ ഇന്ത്യയുടെ ആധ്യാത്മികതയുടെ ഏതൊന്നും കൂടി പറയാം, അതുമായി അനുരഞ്ജനപ്പെട്ടു പോകുന്ന, യോജിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഇവിടെ ഉണ്ടാകണം. അത് ഇന്ത്യൻ ജീവിതക്രമത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗ്രാമ സംവിധാനം, ഒരു വില്ലേജ് സിസ്റ്റം എന്ന് പറയുന്നതായിരുന്നു. വില്ലേജിസം എന്ന് ജെ.സി. കുമരപ്പ അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ഈ യാത്രക്കാരെല്ലാവരും, ഫാഹിയാൻ മുതൽ ഹുവാൻസാങ് മുതൽ എല്ലാവരും അത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ ഗ്രാമങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഗ്രാമാധിഷ്ഠിതമായിട്ടുള്ള, വികേന്ദ്രീകൃതമായിട്ടുള്ള, ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള, നേരിട്ട് പങ്കാളിത്തമുള്ള ഒരു ഭരണക്രമം ഇവിടെ ഉണ്ടാകണം, ഒരു വികേന്ദ്രീകൃത സംവിധാനം. അതാണ് ഈ ഗ്രാമസ്വരാജ് എന്ന് അദ്ദേഹം പറയുന്നത്. അതിന് ഒരു കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം തികച്ചും വിരുദ്ധവും വിപരീതവുമായിരിക്കുന്നു ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഗാന്ധിജിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ബഹുഭൂരിപക്ഷം പേരും, പ്രമാണികളായിട്ടുള്ള ആളുകളൊക്കെ പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പം അവർക്ക് ഇന്ത്യ എന്താക്കണം എന്നാണ്, ഒരു വെസ്റ്റിലെ ഏതെങ്കിലും ഒരു രാജ്യം പോലെ, ഇംഗ്ലണ്ട് പോലെ, ജർമ്മനി പോലെ വികസിച്ച ഒരു രാജ്യമാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മൾ പഞ്ചവത്സര പദ്ധതിയൊക്കെ ഉണ്ടാക്കിയപ്പം ഓർക്കുന്നുണ്ടാവുമല്ലോ, ഞങ്ങളൊക്കെ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരത്തിന് സ്ഥിരം വിഷയമാണ്. അപ്പം അന്ന് എന്താ സ്ലോഗൻ, നെഹ്റു തന്ന സ്ലോഗൻ എന്താണ്? 2 സ്ലോഗൻസാണ്. ഒന്ന് ഇൻഡസ്ട്രിയലൈസ് ഓർ പെരിഷ് എന്നാണ്, വ്യവസായവൽക്കരിക്കുക അല്ലെങ്കിൽ നശിക്കുക. 2 കാച്ചപ്പ് വിത്ത് ദ വെസ്റ്റ് എന്നാണ്, ഈ പാശ്ചാത്യ ലോകത്തിന് ഒപ്പം എത്തുക എന്ന് പറയുന്നത്. കാച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഓടി ഒപ്പം എത്തുക എന്നാണ്. ഇതാണ് ചെയ്തിരുന്നത്. ഇത് ഗാന്ധിയുടെ ഒരു സങ്കല്പത്തിന് നേരെ വിപരീതമായിട്ടുള്ളതായിരുന്നു. പക്ഷേ അന്ന് ബഹുഭൂരിപക്ഷം പേരും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം പേരും ഇങ്ങനെയുള്ള ഒരു ഭരണക്രമം ഇവിടെ ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ സാഹചര്യത്തിൽ സാധ്യമായിട്ടുള്ളതും കരണീയമായിട്ടുള്ളതും എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ഗാന്ധിജി അതിനോട് എതിർക്കാൻ ആ സന്ദർഭത്തിൽ പോയില്ല എന്നുള്ളതാണ്. കാരണം ഗാന്ധിജി ഒരു ജനാധിപത്യവാദിയായിരുന്നു. പ്രത്യേകിച്ചും ആ പ്രത്യേക സാഹചര്യത്തിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയത് എന്തിലേക്കാണ് പിറന്നു? വലിയ ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കമ്മ്യൂണൽ ക്ലാഷാണ് നടന്നത്. വർഗീയ കലാപത്തിൻ്റെ മധ്യത്തിലേക്കാണ് പിറന്നു വീണത്. അപ്പം അന്നത്തെ സാഹചര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് വീണ്ടും ഇത് സങ്കീർണമാക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ഒരു സമാധാനത്തിൻ്റെ ഒരു സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്, ആദ്യം അതിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് ഗാന്ധിജി അത് തൽക്കാലത്തേക്ക്, അതുകൊണ്ടാണ് സ്വരാജ് ബൈ കൺസെന്റ് എന്ന് പറയുന്ന ഒരാശയം മുമ്പോട്ട് വയ്ക്കുകയും തൽക്കാലത്തേക്ക് ഒരു ഘട്ടം എന്നുള്ള നിലയിൽ ഈ പാർലമെന്ററി ജനാധിപത്യം, പാശ്ചാത്യ മാതൃക, വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ നമുക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞ് അതുമായിട്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണ് ഗാന്ധിജി ചെയ്തത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ പടിപടിയായിട്ടെങ്കിലും ആ തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഭരണഘടനാ ഭേദഗതി, പഞ്ചായത്ത് രാജ് ഇതിനൊക്കെ ഇപ്പം എന്തെന്നാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പേര് കൊടുത്ത് അധികാരങ്ങൾ കൂടുതൽ വിട്ടുകൊടുക്കുക, അത് സ്റ്റാറ്റ്യൂട്ടറി ആക്കുക, വിഭവങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങനെ ചെയ്ത് പതിയെ പതിയെ മാറി വരുന്നതിന്റെ അഴിമതി അത് ചെയ്ത് അത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കുഴപ്പം കൊണ്ട് വരുന്നത്. അതെ, യഥാർത്ഥത്തിൽ എന്താണ് പഞ്ചായത്ത് രാജ് കൊണ്ട് എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരു അഴിമതിയുടെ പ്രാദേശികവൽക്കരണമാണ് ഉണ്ടായതെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതല്ലല്ലോ അതിന്റെ പർപ്പസ്, അതായിരുന്നില്ലല്ലോ. അത് നമ്മുടെ പൊളിറ്റിക്സിന്റെ പ്രശ്നമാണ്. ഇതാണിത് തമ്മിൽ. ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ വൻകിട വ്യവസായങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഗാന്ധിജി വൻകിട വ്യവസായങ്ങളെക്കാൾ കൂടുതൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും തൊഴിൽ കിട്ടുക എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സമ്പന്നത ബ്രിട്ടീഷുകാരുടെ, വിദേശികളിലൂടെ വന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യം ഒരു സമൃദ്ധിയുള്ള രാജ്യമായിരുന്നു എന്നുള്ളതാണ്. പ്രോസ്പെരിറ്റി എന്നാണ് നമ്മൾ, ഒരു സമൃദ്ധിയുള്ള രാജ്യമായിരുന്നു. അതുകൊണ്ടാണ് അവർ വന്നത്, ഇല്ലേ? ഓരോ വിദേശം അമരും വടികീശരെത്ര പേരോ കടന്നിവിടെ ഉള്ള ധനം കവർന്നു ആരോമലാം അതിന് താഴ്ചയെ അശേഷമില്ല, സൂര്യോഗ്ര രശ്മികളും ആഴിയോട് എന്തെടുക്കും എന്നുള്ളവർ എഴുതി. ഇവിടെ ഒരു സമ്പത്തുണ്ടായിരുന്നു രാജ്യം. അതുകൊണ്ടാണ് വന്നത്. അതെങ്ങനെയുണ്ടായി? വലിയ വ്യവസായങ്ങളിൽ കൂടിയല്ല ഇന്ത്യക്ക് സമ്പത്തുണ്ടായത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചു വായിച്ചത് നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തെ പറ്റിയുള്ള ഒരു പുസ്തകമാണ്. അത് എന്തെന്നാണ്, ഇയാൾ ദേവദത്ത് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്?
ബുദ്ധസന്യാസിമാരും ട്രേഡേഴ്സും കൂടിയാണ്, കച്ചവടക്കാർ, വ്യാപാരികളും കൂടിയാണ് ഹാരപ്പൻ സംസ്കാരം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അതൊരു അടിസ്ഥാനപരമായി നോൺ വയലന്റ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്, ആ പുസ്തകത്തിൽ ആർഗ്യ ചെയ്യുന്നതാണ്. ഏത് ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ച് പറയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഗ്രാമീണ സമൃദ്ധിയുടെ, ഇന്ത്യയുടെ സമൃദ്ധി ഗ്രാമങ്ങളുടെ സമൃദ്ധിയായിരുന്നു. വലിയ വ്യവസായ നഗരങ്ങളല്ല ഉണ്ടായിരുന്നത്, ഗ്രാമങ്ങൾ സമ്പൽ സമൃദ്ധം. അതിന്റെ അടിസ്ഥാനം എന്താണ്? എല്ലാവർക്കും ഇന്ന് നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു, സർവർക്ക് സമ്പൂർണ്ണ തൊഴിൽ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. അതെങ്ങനെ സാധിക്കും? അതൊരു വികേന്ദ്രീകൃത സംവിധാനത്തിൽ കൂടിയേ സാധിക്കുകയുള്ളൂ. അതാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അത്യന്തം കേന്ദ്രീകൃതമായിട്ടുള്ള വൻകിട വ്യവസായ നഗരങ്ങൾ ഉണ്ടാവുകയും വ്യവസായവൽക്കരിക്കുകയും നഗരവൽക്കരിക്കുകയും ചെയ്യുന്നത് വഴി നമ്മൾ ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയും വ്യാപകമാക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനുള്ള ഒരു നിലനിൽക്കുന്ന, ശാശ്വതമായി നിലനിൽക്കുന്ന, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിലാണ് ഗാന്ധിജി ഇത്